champion of justice. VP Suhara, social activist and writer. They tried to erase her with laws never hers. She watched herself unmade in the pause between three words spoken, a door closing. But she is the script they cannot redact, the question that lingers. The New Indian Express honors VP Suhara, Devi of the Unwritten. She wrote in fire, in hunger that cannot be detained, built a barricade of petitions, verdicts as stones, signed her name with the ruins of what was. Your role model for so many. Who's your role model? Thank you. That's wonderful. So, ma'am, congratulations first of all. You're a prestigious award, ma'am, received. So, how does it feel, to receive Devi Awards? ഈ ദേവി അവാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ദേവി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ മാത്രമാണ് ഞാൻ കാണുന്നത്, ഒരു കരുത്തയായ സ്ത്രീ. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അതാണ് ദേവി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ദേവി എന്ന് പറയുമ്പം മറ്റൊരർത്ഥത്തിൽ ഞാൻ അതിനെ കാണുന്നില്ല. അതാണ് ദേവി എന്നുള്ളൊരു സങ്കല്പം. സ്ത്രീ എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. സ്ത്രീ, കരുത്തയായ ഒരു സ്ത്രീ. എല്ലാവരും കരുത്തുള്ള സ്ത്രീകളാണ്. ശരിക്കും സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ അത് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണുന്നത് ദേവി എന്ന് പറയുമ്പം ഒരു സങ്കല്പത്തിലുള്ള ഒരു പൂജിക്കപ്പെടുന്ന ദേവിയല്ല, കരുത്തയായ ദേവിയായിട്ടാണ് ഞാൻ ദേവിയെ കാണുന്നത്. മാം പറഞ്ഞു ഇപ്പോൾ സ്ത്രീകൾ ആണ് ദേവി എന്ന് പദത്തിനോട് മാം യോജിക്കുന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെ മാമിന്റെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ദേവി ഉണ്ടോ, കൺസിഡർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും മാമിനെ ഇൻസ്പയർ ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും? ഇല്ല, എനിക്കങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, പീഡിപ്പിക്കപ്പെടുന്ന ധാരാളം സ്ത്രീകളുണ്ട്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ. പിന്നെ നമ്മളിപ്പം ലൈംഗികമായ പീഡനം മാത്രമല്ല, മാനസികമായ പീഡനം അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. പിന്നെ നിയമങ്ങളാൽ അടിച്ചമർത്തപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെയാണ് എൻ്റെ മനസ്സിലെ സങ്കല്പത്തിലുള്ള ദേവികൾ. ആ ദേവിമാർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ട ദേവിമാർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്തിട്ടും അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശയും ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനിയും പോരാട്ടം തുടരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ തുടിപ്പുള്ള കാലത്തോളം, സംസാരിക്കാൻ ശേഷി നഷ്ടപ്പെടുന്നത് വരെ ഈ ദേവികൾക്ക് വേണ്ടി ജീവിക്കണം, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.